CRPF ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ, പിന്നെ സബ് ഇൻസ്പെക്ടർ, അതുപോലെ ASI ഇങ്ങനെ നിരവധി തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ തസ്തികയുടെ ഫൈനൽ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് 1 by 1 ആയിട്ട് വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നായിരുന്നു കോമൺ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. അപ്പോൾ CRPF മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് പാരാമെഡിക്കൽ സ്റ്റാഫിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 10ാം ക്ലാസ് മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ 2020 ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് പ്രൊസീജിയർ തന്നെയായിരുന്നു ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് ഈ ഒരു തസ്തികേൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും വന്നപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടമായിട്ടുള്ള പരീക്ഷ നടന്നപ്പോഴും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴും പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് സ്കിൽ ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ നിലവിൽ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ലോങ് പ്രൊസീജിയർ ആയിരുന്നു. ഈ ഒരു ലോങ് പ്രൊസീജിയറിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റോൾ നമ്പർ, അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ ഉദ്യോഗാർത്ഥിൻ്റെ പേര്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഫൈനൽ റിസൾട്ടിൽ കൊടുത്തിട്ടുള്ളത്. നിരവധി പോസ്റ്റുകളുണ്ട്. കോൺസ്റ്റബിൾ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്പെക്ടർ ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ മറ്റൊരു തസ്തിക കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്, കോൺസ്റ്റബിൾ, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തിക ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ നിരവധി തസ്തികയിലേക്ക് ഇവിടെ ഹെഡ് കോൺസ്റ്റബിൾ കാണാൻ സാധിക്കും. അത് ജൂനിയർ എക്സ്റേ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇവിടെ ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. നിരവധി ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി വന്നിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിളിൻ്റെ തന്നെ ലാബ് ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി തസ്തികയിലേക്കായിരുന്നു CRPF മുൻപ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നിങ്ങൾക്ക് 634ഓളം ഉദ്യോഗാർത്ഥികൾ ഇതിൽ സെലക്ട് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ മസാൽജി ഉണ്ട്, പിന്നെ ടേബിൾ ബോയ് ഉണ്ട്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിരവധി ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഈ PDF കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കാം. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇതുപോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.